ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളങ്ങനെ ഇന്ന് ഫാമിൽ വന്നിരിക്കുകയാണ്. സോ ബാക്കി ഫാമിലെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. സോ ലെറ്റ്സ് എൻറ്റർ ദി ഫാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ തുടങ്ങി. സോ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. സീഡ് ഇടലായിരുന്നു ഗൈസ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. സോ നമ്മൾ സീഡ് ഇട്ട് എല്ലാം ബ്ലാക്ക് ഔട്ടിന് വേണ്ടി നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, 3 ട്രേയോളം നമ്മൾ സീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ മുമ്പ് സീഡ് ഇട്ടുണ്ടായ നമ്മുടെ കുക്കുംബർ ചേട്ടന്മാർ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇവർ പൊന്തി വന്നിട്ടുള്ളവർ. പിന്നെ അതേ ഇവിടെ ഒരു ചേട്ടൻ പൊന്തി വന്നുകൊണ്ടിരിക്കണം. കണ്ടോ, അയാളെ മാത്രം ഇങ്ങനെ പുറത്തായിട്ട്. സോ അങ്ങനെയാണ് പരിപാടികൾ. പിന്നെ ഇവിടെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരൊക്കെ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നത്. പിന്നെ നമ്മളിന്ന് കുറച്ച് NFT ചാനലുകൾ ക്ലീൻ ചെയ്ത് ഈ സെറ്റും ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളായിരുന്നു ഗൈസ് ഇന്ന്. മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി സീഡ് സോയിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഇവിടെ എല്ലാവരും സെറ്റായി പൊന്തി വരുന്നുണ്ട്. കണ്ടോ, റാഡിഷൊക്കെ നല്ല കട്ട പിടിച്ച് സെറ്റായി വരുന്നുണ്ട് ഗൈസ്. സൺഫ്ലവർ കുട്ടികൾ പൊന്തി വരുന്നു. പിന്നെ പക്ചോയ് ചേട്ടന്മാർ സെറ്റായി വരുന്നുണ്ട്. കണ്ടോ, സോ എല്ലാവരും അങ്ങനെ പതിയെ സെറ്റായി വരുന്നു ഗൈസ്. സോ ഇതാണ് ഇന്നത്തെ പരിപാടികളും അപ്ഡേറ്റ്സും കാര്യങ്ങളും. പിന്നെ ഇന്ന് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള MSc സ്റ്റുഡൻറ്റ് വന്നിട്ടായിരുന്നു. സോ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി പോയി. പിന്നെ നമ്മൾ സ്റ്റിക്കി ട്രാപ്പ് 4 കെട്ടി കൊടുത്തിട്ടുണ്ട്. സോ യെല്ലോയും ബ്ലൂവും നമ്മൾ കെട്ടി. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളും. ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് ഇന്ന് ഇടയിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ വട്ടവടയിൽ പുതിയൊരു ഹൈഡ്രോപോണിക്സ് ഫാം തുടങ്ങാനായിട്ട്. സോ ചെറുതല്ല, ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് അവർ ചെയ്യാൻ പോകുന്നത്. സോ മൊത്തം ഒരു 25,000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ പ്രൊജക്റ്റാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഏകദേശം 1 കോടിയോളം ചിലവാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. സോ അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മാർക്കറ്റിംഗ് സെറ്റപ്പ്, പിന്നെ എത്രമാത്രം വിജയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും, പിന്നെ എങ്ങനെയൊക്കെ അവർക്ക് ലാഭകരമായിട്ട് സംഭവം ചെയ്യാമെന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. സോ അവരായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്ത പരിപാടികളും കാര്യങ്ങളൊക്കെ. സോ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോട്ടെ. സോ വീട്ടിലെ കാര്യങ്ങൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പോകണ വഴി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. സോ നാളെ എന്തായാലും നമുക്ക് ഒരു ലോഡ് ഗസ്റ്റ് വരുന്നുണ്ട്. സോ ആരാന്നുള്ളത് നാളെ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല, അതാനും പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ല. സോ ഇത്ര നമ്മുടെ ഇന്നത്തെ 4 അടിപൊളി ബ്ലോഗായിരുന്നു. എല്ലാവർക്കും